മസ്താനി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓടി വാ, നിനക്ക് അവാർഡ് ഉണ്ടടി. മോസ്റ്റ് എന്റർടൈൻമെന്റ് ആങ്കർ ഓഫ് ദി ഇയർ അവാർഡാണ്. ഓക്കെ, ബഹിരാകാശം കീഴടക്കിയിരുന്ന ഒരാളാണ്. ഞങ്ങളുടെ ആദ്യത്തെ ഇന്റർവ്യൂല് അവൾ കരഞ്ഞിരുന്നു മസ്താനി. ഓ റിയലി? ഓക്കെ. എന്തോ ഞാൻ പറഞ്ഞു മസ്താനി വിശക്കുന്ന നമുക്ക് നിർത്താന്ന്, അപ്പൊ കരഞ്ഞു. അങ്ങനെയാ റീച്ചായേ. First of all, thank you so much, Milestone Makers, for this recognition. Nailing it. കാണാതെ പഠിച്ചിട്ട് വന്നതാ. അങ്ങനെ പുറത്ത് പറയണ്ട. സോറി. ഓക്കെ, പെട്ടെന്ന് തന്നെ പറയാം. ആക്ച്വലി ധ്യാൻ ചേട്ടൻ്റെ ഇന്ന് അവാർഡ് വേണമെന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, വീണ ചേച്ചി പറഞ്ഞ പോലെ തന്നെ എൻ്റെ ആങ്കറിങ് ലൈഫിൻ്റെ ഈ ഒരു ജേർണിയിൽ ചേട്ടൻ അറിഞ്ഞോ അറിയാതെയോ വളരെ വലിയൊരു സാന്നിധ്യമായിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്ത ഒരു സെലിബ്രിറ്റി ധ്യാൻ ചേട്ടനായിരുന്നു. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ അവാർഡ് വേദി ഇപ്പോൾ നിരവധി ചർച്ചകൾക്ക് വഴിമാറിയിരിക്കുകയാണ്. ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് അവാർഡാണ് മൈൽസ്റ്റോൺ മേക്കേഴ്സ് ഒരുക്കിയത്. അവാർഡ് നൽകിയത് ധ്യാൻ ശ്രീനിവാസനാണ്. ബെസ്റ്റ് എന്റർടൈനർ ഓഫ് ദ ഇയർ അവാർഡ് കിട്ടിയത് മസ്താനിക്കാണ്. നിരവധി ഇന്റർവ്യൂകളിലൂടെ നമുക്ക് മുന്നിലേക്ക് എത്തിയ ആളാണ് മസ്താനി. മസ്താനിയെ ആദ്യമായി പരിചയപ്പെടുന്ന ഒരു സംഭവം കൂടി ധ്യാൻ ശ്രീനിവാസൻ ഈ സമയത്ത് പറയുന്നുണ്ട്. ആദ്യമായി ഇന്റർവ്യൂ ചെയ്യുമ്പോൾ മസ്താനി കരഞ്ഞിരുന്നു എന്നൊരു വെളിപ്പെടുത്തലാണ് ധ്യാൻ ശ്രീനിവാസൻ നടത്തുന്നത്. രസകരമായി തന്നെ ഇരുവരും വേദി കീഴടക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. തന്റെ ആദ്യത്തെ ഇന്റർവ്യൂകളിലെല്ലാം തനിക്കൊരു ചവിട്ടുപടിയെ തനിക്കൊപ്പം നിന്നത് ധ്യാൻ ശ്രീനിവാസനാണെന്നും മസ്താനി പറയുന്നുണ്ട്. ഇരുവരുടെയും കോമഡി കൊണ്ട് വേദികൾ കയ്യടി കൊണ്ട് നിറയുകയാണ്.